വളരെ പെട്ടെന്ന് തന്നെ മൾട്ടിപ്പിൾ ബിസിനസ്സുകളിലേക്ക് പോകുന്ന ഒരു പ്രവണത സ്വാഭാവികമായിട്ട് ഇവിടെ ദുബായിലുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ കൂടുതലുണ്ടല്ലോ. കാര്യം ഇവരൊന്നും കൂടെ ഒരു പല ബിസിനസ്സുകളിലും ഒന്ന് സ്റ്റേബിൾ ആവുകയും അവിടെ നിന്ന് കൂടുതൽ കൂടുതൽ ബിസിനസ്സുകളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു ഫാക്ടറി ബിസിനസ്സിൽ സിസ്റ്റം ആവശ്യമാണ്. സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെയാണ് ഇവർ പോകുന്നതെന്ന് അറിയാം. എങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടറുകളെ കണ്ടെത്താൻ അത് ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുകയും അതേ ബിസിനസിന്റെ മേഖലയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന വളരെ കെട്ടിപ്പടുത്ത ആളുകൾ, ഒരു വശത്ത് അങ്ങനെ ആളുകൾ, അതെ അതെ മറ്റൊരു വശത്ത് പല പല ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ. ഇപ്പം അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിൻ്റെ അടുത്ത് മറ്റൊരു വ്യക്തി ചെല്ലുകയാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര നല്ല റിട്ടേൺ ഉണ്ടാകുന്നൊരു സാധ്യതയാണ്, ഞാൻ ഈ മേഖലയിൽ ഇത്ര വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, എനിക്ക് അനുഭവ സമ്പത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. യെസ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൾട്ടിപ്പിൾ വേർട്ടിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, എനിക്കതിനോട് ഇഷ്ടമാണ്, അതൊരു പാഷനാണ്. അതായത് പല പലതും പഠിക്കാനും, ഞാൻ ഒരേ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ലോകത്ത് ജനിച്ചതല്ല എന്നുള്ളൊരു തോന്നലല്ല അപ്പം ഉണ്ടായിരിക്കാം. ഒറ്റ കാര്യം ചെയ്യാൻ വേണ്ടി ജനിച്ച ആളല്ല എന്നുള്ള തോന്നലാണ്. അപ്പോൾ പലതിലും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ പലതും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പണമായിരിക്കണം, സമയമായിരിക്കരുത് എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ കോർ ബിസിനസ്സിലേക്ക് സമയം കണ്ടെത്തൂ, അതെ അതെ അതിലേക്ക് ഫോക്കസ് ചെയ്യും. മറ്റുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ സമയം കൊടുക്കുമ്പോഴാണ് ഈ കോർ ബിസിനസ് ആഗ്രഹമുള്ളൂ. ഒരിക്കലും തന്നെ ഒരുപാട് സംരംഭങ്ങൾ ഒരുമിച്ച് പിന്നെ വിജയിപ്പിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നോക്കിയാൽ കാണാം, അയാൾ അപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അയാളുടെ ആ കോർ ബിസിനസ്സിലായിരിക്കും. മറ്റുള്ളതിനൊക്കെ ഒന്നുകിൽ മാനേജിങ് ഡയറക്ടറായിട്ട് വേറൊരു അത് റൺ ചെയ്യാൻ, ഷോ റൺ ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ വെർട്ടിക്കൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതേസമയം ഈ സമയം കൂടി സ്പെൻഡ് ചെയ്ത് ഫോക്കസ് ഇല്ലാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പം റിച്ചാർഡ് ബ്രാൻസിന്റെ സ്റ്റോറി തന്നെ അറിയാം. 400+ ബിസിനസ് ഉണ്ടെന്ന് പറയുന്നത്. ഒരു ദിവസം ഒരു ബിസിനസ് ശ്രദ്ധിച്ചാൽ പോലും അദ്ദേഹത്തിന് 365 ദിവസം എന്ന് പറയുന്ന പോലെ അത് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. അപ്പം അതിനൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ സോഫ്റ്റ്വെയർ. ഇപ്പം തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും സോഫ്റ്റ്വെയർ കണ്ടെത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്ത് ഇപ്പം എയുടെ കാലഘട്ടമാണ്, എന്തെങ്കിലും സംവിധാനം. ബിസിനസ്സുകൾ അവരൊരു ഓട്ടോമേറ്റഡ് മോഡിലേക്ക് അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്ന ബിസിനസ്സുകളായിരിക്കുമല്ലോ ഈ പാരൽ ബിസിനസ്സുകളെല്ലാം. അവരുടെ ടൈം വരുന്നത് അവരുടെ ഒരു കോർ അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോം ബിസിനസ്സിൽ മാത്രമാണ്. അതാണ് അതിൻ്റെ ഞാൻ പറഞ്ഞൊരു സംഭവം അതാണ്. അതേസമയം സമയം പല പല ബിസിനസ്സുകളിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ ചില സമയത്ത് സക്സസിനെ നമുക്ക് ഇത്ര നോക്കി കാണുമ്പോൾ അതെ പല വീഴ്ചകൾ സംഭവിച്ചായിട്ട് കാണാൻ പറ്റും. അതെ, പല ബിസിനസ്സുകാർ ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്ന് പല ബിസിനസ്സുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലൈൻറ്റ് ബേസിലേക്ക് വരുമ്പോഴേ ഇതിൽ വലിയൊരു ശതമാനം ആവറേജ് ബിസിനസ്സുകാരും ഭയങ്കര ഓപ്പറേഷണലി ലോക്കാണ്. ഈ ആവറേജ് ബിസിനസ് എന്നുള്ള വാക്ക് ഞാൻ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. കാരണം ആരാണ് ആവറേജ് ബിസിനസ്സുകാർ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആവറേജ് ആയി മാറും. കാരണം ലോകത്ത് മൾട്ടി ബില്യൻസ് ഉണ്ട്. അപ്പോൾ ആരാണ് ആവറേജ് എന്നുള്ള ചിന്ത. ഓരോ സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്ന ഓരോരുത്തരും പിന്നെ വലിയ ബിസിനസ്സുകാരാണ്. ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റിയാൽ അയാൾ നല്ല ബിസിനസ്മാനാണ് എന്നാണ്. അത് സക്സസ് ആയിട്ട് കൊണ്ടുപോവുകയും അവർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുകയും ഇദ്ദേഹത്തിന്റെ ജീവിത ചെലവ് പോവുകയും ചെയ്താൽ അയാൾ സക്സസ്ഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഞാൻ ആവറേജ് എന്ന് ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ട് ഒരു മീഡിയം ലെവൽ എംപ്ലോയീസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ ഇപ്പോൾ ഒരു 100 മില്യണോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഒന്ന് അതിന് ടെക്നിക്കലി ടേം ഉണ്ട്. ഇപ്പോൾ ബാങ്കിലായാലും SME എന്ന് പറയും, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നുള്ള ആ കാറ്റഗറി. പക്ഷേ ഈ UAE എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ബാങ്ക് കൺസിഡർ ചെയ്യുന്ന 1000 പേരുള്ളതും SME ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ ആവറേജ് എന്ന വാക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കാണ്. ഈ ഞങ്ങളുടെ തന്നെ കൂട്ടത്തിൽ 10-65 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് ടെക്നോളജിയിൽ. പുള്ളിക്ക് ആകെ 2 എംപ്ലോയീസ് ഇവിടെ ഉള്ളൂ. അതിനൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർ മേഖലയിലാണ്. പക്ഷെ ആള് അതിനകത്ത് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. പുള്ളി എല്ലാ രാജ്യങ്ങളിലേക്കും ഇതിന് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ നടക്കുന്നത്. അപ്പം എംപ്ലോയിയുടെ സ്ട്രെങ്തോ അല്ലെങ്കിൽ പിന്നെ അതൊന്നുമല്ല ടേൺ ഓവറിന്റെ മാനദണ്ഡങ്ങൾ അതല്ല. അത് പക്ഷെ അത് എന്താ പറയുക, ബിസിനസിന്റെ കാറ്റഗറൈസേഷൻ പോലെയാണല്ലോ സ്വാഭാവികമായിട്ട് അത് ഇങ്ങോട്ട് മാറിയിരിക്കും. കാര്യം ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ എടുത്താൽ വലിയ തോതിൽ ആൾക്കാർ സ്വാഭാവികമായി വേണ്ടി വരുമല്ലോ. പക്ഷേ ഇതിൽ ഈ ഓപ്പറേഷണൽ ഫംഗ്ഷനിൽ വളരെയധികം ബിസിനസ്സുകാർ ഇങ്ങനെ ലോക്കായി നിൽക്കുന്നത് നമ്മൾ ഈ മാർക്കറ്റിൽ വളരെയധികം ശ്രദ്ധയിൽ പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഈ ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ കഴിയാതെ, പല ഈ ഓപ്പറേഷണൽ ആക്ടിവിറ്റിക്ക് അപ്പുറം പോകാൻ പറ്റാതെ അത് വളരെ സിമ്പിളാണ്. കൺസൾട്ടൻ്റ് എടുത്താൽ മതി. ഒരു ഇപ്പോൾ എന്ന് വെച്ചാൽ എത്രയോ ആളുകൾ പിന്നെ ഈ ബിസിനസ് കൺസൾട്ടൻസി മേഖലയിലും അതുപോലെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരുപാട് പിന്നെ കൺസൾട്ടൻസി ഫേംസ് ഉണ്ട്. ഇപ്പോൾ
തുടക്ക കാലഘട്ടത്തിൽ അങ്ങനെ മലബാർ ഗോൾഡൊക്കെ പറയും ഇന്ന കൺസൾട്ടൻസി ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബിഗ് ഫോറിലേക്ക് വന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പിലും പല തരത്തിലുള്ള കൺസൾട്ടൻസിന് വെച്ച് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ് എല്ലാ വലിയ ബ്രാൻഡുകളും. നമ്മൾ തന്നെ തീരുമാനം എടുക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. കൺസൾട്ടൻസിൻ്റെ എല്ലാം എടുക്കണമെന്നല്ല, പക്ഷെ അവരിൽ നിന്ന് ഒരുപാട് നമുക്ക് കിട്ടാണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ നോക്കി കാണുന്നേക്കാളും ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ പേ ചെയ്തുകൊണ്ട് ഒരു തേർഡ് പാർട്ടിയെ വെക്കുന്നതും ഒരു സുഹൃത്ത് വന്ന് ഉപദേശിച്ച് തരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവരിത് കൃത്യമായി ഒബ്സർവ് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ കൃത്യമായി പഠിച്ച് അവർ തരുന്ന ഒരു കൺസൾട്ടൻസി ഉണ്ട്. അതിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഗുണം ചെയ്യും, റിസൾട്ടഡ് ആക്കി മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ സ്റ്റക്കാണ് എന്ന് തോന്നുന്ന സമയത്ത് ഉടനെ അത് കൺസൾട്ടൻസിക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ സജഷൻ.